ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഗർഭധാരണം, പ്രസവം എന്നൊക്കെ പറയുന്നത് ജീവിതത്തിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ടാണ് നമ്മൾ കാണുന്നത്. അതിൽ ഒരുപാട് മാറ്റങ്ങൾ ശാരീരികമായിട്ടുണ്ടാകും, മാനസികമായിട്ടുണ്ടാകും. അപ്പോൾ ഇന്ന് നമുക്കറിയാം, എല്ലാവരും അവരുടെ സ്വന്തം ആരോഗ്യത്തെക്കുറിച്ചും സൗന്ദര്യത്തെക്കുറിച്ചും ഒക്കെ വലിയ ബോധമുള്ളതുകൊണ്ട് ഈ പ്രസവാനന്തരം ഉണ്ടാകുന്ന ശരീരത്തിൻ്റെ, പ്രധാനമായിട്ടും നമ്മളെല്ലാവരും കാണുന്ന വണ്ണം വയ്ക്കും ചിലർ, അതുപോലെ തന്നെ ചിലർക്ക് വയറൊക്കെ വളരെ വലുതായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അവർ അനുഭവിക്കാറുണ്ട്. സൗന്ദര്യത്തിൻ്റെ കാര്യം പറയുമ്പോൾ വേറെ ഒന്നുള്ളത് മുടി കൊഴിച്ചിൽ, അങ്ങനെയുള്ള മാറ്റങ്ങളും ചിലപ്പോൾ ഉണ്ടാകാം. അപ്പോൾ ഈ ഒരു മാറ്റം അത് നമുക്ക് പൂർവ്വസ്ഥിതിയിലാക്കാൻ പറ്റുമോ? ഇപ്പോൾ ചിലരൊക്കെ വളരെ ഫിഗർ കോൺഷ്യസ് നമുക്ക് പറയാം, ആകാര ഭംഗിയെക്കുറിച്ചൊക്കെ വളരെ ശ്രദ്ധയൊക്കെ കൊടുക്കുന്ന വ്യക്തികളാണെങ്കിൽ അവർക്ക് പ്രസവം കഴിഞ്ഞാലും പഴയ രീതിയിലേക്ക് തിരിച്ചു വരണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ അതൊക്കെ പ്ലാസ്റ്റിക് സർജറി എന്ന് പറയുന്ന ബോഡി കോണ്ടൂറിങ് എന്ന് വേണമെങ്കിൽ പറയാം നമ്മൾ വൈദ്യശാസ്ത്രത്തിൻ്റെ ഭാഷയിൽ. അപ്പോൾ അതിൻ്റെ ഗണത്തിൽപ്പെടുത്തുമ്പോൾ എങ്ങനെയാണ് ഇതൊക്കെ ശരിയായിട്ട് ഉള്ള ഒരു ആകാരത്തിലേക്ക്, അതായത് ശരീര ഭംഗിയിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ, അതിനെന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഉള്ള കാര്യങ്ങൾ പലരും അന്വേഷിക്കാറുണ്ട്. അപ്പോൾ ഇന്ന് അതേക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് പങ്കുവയ്ക്കാം. പ്രധാനമായിട്ടും നമ്മൾ ഗർഭധാരണത്തിൻ്റെ സമയത്ത് ആ ഉദരഭാഗത്ത് ഒരു വലിപ്പം വയ്ക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനെ തുടർന്ന് ഇത് പ്രസവം കഴിയുമ്പോൾ കുറേ പേർക്കൊക്കെ ഈ വയറ് നിലനിൽക്കുന്നതായിട്ടും കാണാം. പിന്നെ തൊലിയിലുള്ള മാറ്റങ്ങൾ, ചിലർക്ക് നമ്മൾ ഈ സ്ട്രെച്ച് മാർക്സ് എന്ന് പറയുന്നത് വലിഞ്ഞ് അതിൻ്റെ അടയാളങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളാണ്. അപ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് അല്ലെങ്കിൽ ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ നമുക്ക് തിരികെ കൊണ്ടുവരണം എന്നുള്ള അവസ്ഥയിലേക്ക് വരുന്ന മാറ്റങ്ങൾ ഏതൊക്കെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് കൂടുതൽ വിശദാംശങ്ങളിൽ കിടക്കാം. ഇപ്പോൾ ഒരു പ്രഗ്നൻസി ടൈമിൽ മെയിനായിട്ടുള്ള ബോഡി ചേഞ്ചസ്, അതായത് കുറേയൊക്കെ എല്ലാവരും കോൺഷ്യസ് ആയിട്ട് എല്ലാവരും ആകാംക്ഷയോടെ നോക്കുന്ന ഇഷ്യൂ മെയിൻലി വയറ് ഭാഗത്തുള്ള മസിൽ വീക്ക്നെസ്, അതായത് മസിലിൻ്റെ ഒരു ബലം പോവുക, പിന്നെ അതുപോലെ തന്നെ തടി വെക്കുക, പിന്നെ സ്കിൻ തൂങ്ങുക, പിന്നെ അതുപോലെ തന്നെ ഫാറ്റ്, അതായത് കൊഴുപ്പ് അടിഞ്ഞു കൂടുക. ഇതൊക്കെയാണ് മെയിൻ പ്രോബ്ലം. പക്ഷേ ഇത് നോർമലി ഒരു ഫിസിയോളജിക്കൽ ഇതാണ്. കാരണം അതെ, പ്രഗ്നൻസി സമയത്ത് നമ്മളുടെ കുട്ടിയെ അക്കോമഡേറ്റ് ചെയ്യാനും വളരുന്ന യൂട്രസിനെ അക്കോമഡേറ്റ് ചെയ്യാനും വേണ്ടി നമ്മുടെ അബ്ഡമൻ, അതായത് വയറ് വികസിച്ച് വരും. നമുക്ക് 2 മസിൽസ് ആണ് ഉള്ളത് മെയിനായിട്ട് അത് പിടിച്ച് വെക്കാനായിട്ട്. റെക്ടസ് മസിൽസ് നമ്മൾ പറയുന്ന 6 പാക്ക് മസിൽ എന്ന് പറയുന്നത്, സ്ഥലം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി അത് വികസിച്ചു. എന്നിട്ട് ആഫ്റ്റർ ഡെലിവറി അതിന് തിരിച്ചു പോകാനുള്ള റിക്കോയിൽ സാധാരണ നോർമലി നമ്മുടെ ബോഡിക്ക് അതിനുള്ള കപ്പാസിറ്റി ഉണ്ട്. പക്ഷെ ചില പേർക്ക് അത് നോർമൽ റിക്കോയിൽ ഫുള്ളായിട്ട് സംഭവിക്കുന്നില്ല, അതിന്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് വരും. അതാണ് ഡയസ്റ്റസിസ് റെക്ടൈ എന്ന് മെയിൻലി നമ്മൾ പറയുന്നത്. അതാണ് മെയിൻ ഒരു ബോഡി ചേഞ്ച് പ്രഗ്നൻസി. അതെ, പ്രഗ്നൻസി കഴിഞ്ഞിട്ട് ഉള്ള ഒരു മെയിൻ ബോഡി ചേഞ്ച് മിക്ക ഫീമെയിൽസിനും പ്രോബ്ലം ആയിട്ട് കാണുന്നത്. അതായത് യൂഷ്വലി ഇതൊരു 7 to 8 വീക്സ് ഒക്കെ ആകുമ്പം തന്നെത്താനെ കുറഞ്ഞു വരണം, വയറ് പൂർവ്വസ്ഥിതിയിലേക്ക് ആകണം. പക്ഷെ ചിലർക്ക് ഒരു 4 മാസമൊക്കെ ആയാലും ഒരു 7 മാസം പ്രഗ്നൻസി ലുക്ക് തന്നെ ആയിരിക്കും. അത് പലർക്കും അതൊരു വളരെ കൺസേൺ ആയിട്ടുള്ള കാര്യമാണ്. പ്രത്യേകിച്ചും പണ്ടൊക്കെ നമ്മൾ സാരിയും ഒക്കെ ഉടുക്കുകയായിരുന്നു, ഇപ്പൊ അല്ലാത്ത വസ്ത്രങ്ങളും പ്രത്യേകിച്ചും എടുത്തറിയും. അതെ, എക്സാക്ട്ലി. ഇതിനെ ആദ്യം നമുക്കിത് പ്രിവെന്റ് ചെയ്യാൻ എന്താണ് എന്നുള്ളതാണ് മെയിൻ. അതെ, വരാതിരിക്കാനായിട്ട് മെയിനായിട്ട് നമുക്ക് ചെയ്യാവുന്നതുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് പ്രഗ്നൻസി ടൈമിൽ തന്നെ പ്രോപ്പർ വെയിറ്റ് ഗെയിൻ, അതായത് ഒരുപാട് അമിതവണ്ണം കൂടാതെ ഉള്ള ഒരു ഡയറ്റിലാണേലും കുട്ടിയെ അഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ നമ്മളുടെ എക്സസൈസും കാര്യങ്ങളും ഒക്കെ അമ്മ ചെയ്യുന്നതാണ് ഏറ്റവും മെയിൻ തിങ്. അപ്പം അത് ഒന്ന് നോക്കിയാൽ തന്നെ നമുക്ക് കുറേയൊക്കെ ഇങ്ങനത്തെ ഉള്ള പ്രശ്നങ്ങൾ പ്രഗ്നൻസിക്ക് ശേഷം വരാതിരിക്കാൻ നോക്കാം. പക്ഷെ ഇത് പ്രാക്ടിക്കലായിട്ട് മോസ്റ്റ്ലി പോസിബിൾ അല്ല പലർക്കും. അവിടെ പലർക്കും സംശയമുണ്ട്, ഈ ഗർഭാവസ്ഥയിൽ വ്യായാമം ചെയ്യാമോ? അത് പേഴ്സണലി ചോദിച്ചാൽ ഞാനും അങ്ങനത്തെ ഒരു ഡൗട്ടിലുള്ള ഒരാൾ തന്നെയായിരുന്നു. കാരണം കഴിക്കാൻ പറ്റുമോ, ഇത് കഴിച്ചാൽ വെയിറ്റ് കൂടുമോ, വെയിറ്റ് കൂടിയില്ലേ കുട്ടിക്ക് പ്രശ്നമാവും, ഇതൊക്കെ എല്ലാവരും അമ്മമാർക്കും നോർമലായിട്ടുള്ള ഒരു ഇതാണ്. അപ്പം അത് നമ്മൾ അങ്ങനെ സ്ട്രെസ് ചെയ്യുന്നില്ല. പക്ഷെ എന്നാലും ഒരു ഹെൽത്തി വെയിറ്റ് ഗെയിൻ ഡ്യൂറിങ് പ്രഗ്നൻസി എല്ലാവരും എയിം ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇനി ആ പ്രഗ്നൻസിക്ക് ശേഷമുള്ള കാര്യമാണ് നമ്മൾ ഇപ്പോൾ സംസാരിക്കുന്നത്. ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് ഈ ഡയസ്റ്റസിസ് റെക്ടൈ എന്ന് പറയുന്നത് നമ്മുടെ മസിലുള്ള വീക്ക്നെസ്. അതെ, ആ 6 പാക്ക് മസിലിന്റെ വീക്ക്നെസ് ആണ് മെയിൻലി. അപ്പം അത് കാരണം, അത് അകന്നു പോയത് കാരണം നമ്മുടെ ഉള്ളിലത്തെ കുടലും എല്ലാം അതിന്റെ അകത്തൂടി തള്ളി വരിക എന്നുള്ളതാണ് ഹെർണിയ. അപ്പൊ മെയിൻ ആയിട്ട് നമുക്ക് ഇതിന് പ്രിവെൻഷൻ എന്ന് പറയുന്നത് എക്സസൈസസ് ആണ്. പല ടൈപ്പ് ഓഫ് എക്സസൈസസ് ചെയ്ത് നമുക്ക് ഇത് കറക്റ്റ് ചെയ്യാൻ പറ്റും. ബലപ്പെടുത്തുന്ന എക്സസൈസസ് നമുക്ക് ചെയ്യാം. ഇപ്പൊ ജനറലി നമ്മൾ അഡ്വൈസ് ചെയ്യുന്നത് പോസ്റ്റ്മോർട്ടം ഒരു നോർമൽ ഡെലിവറി കഴിഞ്ഞ ഒരാൾ 3rd ഡേ മുതൽ എക്സസൈസ് ചെയ്ത് തുടങ്ങാം. അതുപോലെ സിസേറിയൻ ഉള്ള ആൾ ഒരു 3 to 6 വീക്സ് അവരുടെ
ആ സ്കാർസ് ഹീൽ ആയതിനു ശേഷം ദേ ക്യാൻ സ്റ്റാർട്ട് എക്സസൈസ്. മുറിവൊക്കെ ഉണങ്ങിയതിന് ശേഷം. പക്ഷെ നമ്മൾ എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഗൈനക്കോളജിസ്റ്റോ അല്ലെങ്കിൽ വേറൊരു ഡോക്ടറെ കണ്ട് നമുക്ക് എന്തെങ്കിലും ഗ്യാപ്പ് ഉണ്ടോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യിക്കണം. അത് ഇപ്പോൾ സ്വന്തമായി ചെക്ക് ചെയ്യാനാണെങ്കിൽ തന്നെ നമ്മൾ മലർന്ന് കിടന്നിട്ട് ഒരു 2 വിരൽ വയറിന്റെ നടുക്കുള്ള ഏരിയയിൽ വെച്ചിട്ട് നല്ല ഡീപ് ബ്രെത്ത് എടുത്ത് നോക്കുമ്പോൾ ഒരു ഗ്യാപ്പ് ഫീൽ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കിയാൽ നമുക്ക് സ്വന്തമായിട്ട് ഡയഗ്നോസ് ചെയ്യാം, തിരിച്ചറിയാൻ പറ്റും. അതെ. ഇനി അഥവാ അങ്ങനെ ഉണ്ടെങ്കിൽ ജനറലി പറയപ്പെടുന്ന എക്സസൈസസ് ഒക്കെ നമ്മൾ ഇത്തിരി മോഡിഫൈ ചെയ്ത് വേണം ചെയ്യാൻ. കാരണം സാധാരണ ഉള്ള സിറ്റപ്സ് അങ്ങനത്തെ എക്സസൈസ് ഒക്കെ ചെയ്യുമ്പോൾ അങ്ങനത്തെ എക്സസൈസ് ചെയ്യുമ്പോഴത്തേക്കും ജനറലി അബ്ഡോമൻ എക്സസൈസസ് ആൾക്കാർ പറയുന്ന ക്രഞ്ചസ്, അതെ, അങ്ങനത്തെ എക്സസൈസസ് ഡയറക്റ്റ് ആയിട്ട് ഹൈ ഇമ്പാക്ട് ലെവലിൽ നമ്മൾ ചെയ്യുമ്പോൾ ഇത് വേഴ്സൺ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇത് കൂടുതലായി വേഴ്സ് ആയിക്കൊണ്ടിരിക്കും. അപ്പം അങ്ങനെ ഒരു പ്രശ്നം നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ആദ്യം തന്നെ ഐഡന്റിഫൈ ചെയ്ത് എക്സസൈസസിൽ തന്നെ മോഡിഫിക്കേഷൻ വേണം, വ്യായാമത്തിൽ തന്നെ മാറ്റങ്ങൾ വരുത്തും. അതെ, പല സ്ഥലത്തും ഇതിനൊക്കെ ഒരുപാട് റിസോഴ്സസ് ഒക്കെ എല്ലാ സ്ഥലത്തും അവൈലബിൾ ഉണ്ട്. ഇൻഫർമേഷൻ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ബേസിക്കലി നമ്മൾ നടുക്കത്തെ മസിലിന്റെ സ്ട്രെങ്തനിങ് ആണ് എക്സസൈസിൽ ചെയ്യുക. അപ്പൊ ഇങ്ങനത്തെ ഗ്യാപ്പ് ഉള്ളവർക്ക് നമ്മൾ സൈഡിലത്തെ മസിൽസിന്റെ എക്സസൈസസിലേക്ക് ഫോക്കസ് ചെയ്യാനാണ് പറയാം. അതിലും ശ്രദ്ധ കേന്ദ്രീകരിക്കും. അതെ, അതിലാണ് മെയിൻലി ശ്രദ്ധ. അപ്പൊ ഇവിടുത്തെ മസിലിൽ സ്ട്രെങ്ത് വരാത്തപ്പോഴത്തേക്കും വശങ്ങളിലെ മസിൽസ് യൂസ് ചെയ്ത് നമ്മൾ ഈ ഗ്യാപ്പ് കുറയ്ക്കാനുള്ള എക്സസൈസസ് വെച്ച് കറക്റ്റ് ചെയ്യാം. അപ്പോൾ ഒരു 90-95% ഇങ്ങനത്തെ പ്രശ്നങ്ങൾ എക്സസൈസ് കൊണ്ട് തന്നെ കറക്റ്റ് ആവും. ഏർലി എക്സസൈസ് കൊണ്ട്, അതായത് ബോഡി അത് റീകോയിൽ ഫേസിൽ തന്നെ നമ്മൾ അതിൻ്റെതായ കറക്റ്റ് ആയിട്ടുള്ള എക്സസൈസസും കാര്യങ്ങളും ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ പൂർവ്വസ്ഥിതിയിലേക്ക് എത്താനായിട്ട് ഈസി ആയിരിക്കും. അതായത് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞത് 6-7 ആഴ്ച കൊണ്ട് പൂർവ്വസ്ഥിതിയിലാവണം എന്ന് പറഞ്ഞു. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ 6-7 ആഴ്ച കൊണ്ട് നമ്മൾ അതായത് വയറിന്റെ മുൻവശത്തുള്ള ആ പേശികളുടെ ആ വിടവ് ഇല്ലാതാകും. അത് ആ യൂട്രസ് താഴ്ന്നു പോകും തോറും കൂടി അതങ്ങ് പയ്യെ അടയും. അങ്ങനെയാണ് അത് സംഭവിക്കുക. ചില പേർക്ക് പക്ഷെ എക്സസൈസ് ചെയ്താലും ശരിയാകില്ല, കാരണം ഡിഫക്റ്റ് ചിലപ്പം വലുതായിരിക്കും. ചിലപ്പോൾ അല്ലെങ്കിൽ അവര് ചിലപ്പോൾ പോസ്റ്റ്മോർട്ടം ഉള്ള ഇഷ്യൂസ് കാരണം ഇനീഷ്യലി എക്സസൈസ് ചെയ്യാൻ എല്ലാവർക്കും പറ്റിയെന്നും വരില്ല. അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതെ, അങ്ങനെ എന്തെങ്കിലും റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യം, അല്ലെങ്കിൽ കുട്ടിക്ക് എന്തെങ്കിലും കുഴപ്പം, ഇതൊക്കെ എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ്. ഇനി അങ്ങനെയാണെങ്കിൽ പോലും ഇപ്പൊ കുട്ടി ഉണ്ടായ ഒരു 4-5 വർഷമായി എനിക്ക് ഡയസ്റ്റസിസ് റെക്ടൈ ഉണ്ട്, കറക്റ്റ് ചെയ്യാൻ പറ്റുമോ, എക്സസൈസ് ഇപ്പൊ ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. തീർച്ചയായും പറ്റും. എപ്പോഴും മോഡിഫൈഡ് എക്സസൈസസ് വെച്ച് ആദ്യം ഒരു ട്രയൽ നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ് അതിൻ്റെതായ ഫസ്റ്റ് ട്രീറ്റ്മെന്റ്. അതായത് അവർക്ക് അനുയോജ്യമായ ഒരു വ്യായാമം നമ്മൾ തെരഞ്ഞെടുത്ത് കൊടുക്കുന്നു. അതെ. അപ്പൊ ഡോക്ടർ പറഞ്ഞത് ഇപ്പൊ പ്രസവം കഴിഞ്ഞ് 3-4 വർഷം കഴിഞ്ഞിട്ടും വയറ് ഇതേപോലെ നിൽക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ചെയ്യാം. അതെ, അവർക്കും ഒരു എക്സസൈസ് ട്രൈ ചെയ്യുന്നതിൽ തെറ്റില്ല. പക്ഷെ എക്സസൈസ് കുറെ നാൾ കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യുമ്പോൾ അതിന്റെ എഫക്റ്റീവ്നെസ് എന്തോരം ഉണ്ടെന്നുള്ളത് ഓരോരുത്തർക്കും വ്യത്യാസമായിരിക്കും. അതിന് ഗുണം കിട്ടുമോ ഇല്ലയോ എന്നുള്ളത്. പിന്നെ 18 months ഒക്കെ കഴിഞ്ഞിട്ടും വ്യത്യാസമൊന്നും വരുന്നില്ല, അല്ലെങ്കിൽ ഒരു 2.5-3 ഫിംഗറിനെ കാട്ടിയും കൂടുതൽ ഗ്യാപ്പ് ഉണ്ട്, അല്ലെങ്കിൽ ചില പേർക്ക് ഹെർണിയാസ് ഡെവലപ്പ് ചെയ്യും, കുടല് തള്ളി വരുന്ന പോലെ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വന്നു തുടങ്ങിയാൽ ഒരു സർജിക്കൽ ആയിട്ടുള്ള ട്രീറ്റ്മെന്റിലേക്ക് നമ്മൾ പോകേണ്ട ഒരു സമയം ആകുന്നു എന്നുള്ളതാണ്. ശസ്ത്രക്രിയ വേണ്ടി വരും. അതെ, ഹെർണിയ ഇല്ലെങ്കിൽ ഗ്യാപ്പ് കൂടി ഇപ്പം ശരിയാകുന്നില്ല. ചില സമയത്ത് പല അമ്മമാരും എക്സസൈസ് ചെയ്ത് മടുക്കും, മാറ്റം വരുന്നില്ല എന്ന് വരുമ്പോഴത്തേക്കും നമുക്ക് മടുപ്പാകും. അങ്ങനെ ഒരു സ്ഥിതിയിൽ എത്തുമ്പോൾ സ്വന്തമായിട്ട് ഒരു കോൺഫിഡൻസ് ആ അമ്മയ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് അവരുടെ ഒരു റൈറ്റ് തന്നെയാണ് അതിന്റെ അടുത്ത ട്രീറ്റ്മെന്റിലേക്ക് പോകുക എന്നുള്ളത്. അപ്പൊ അതിന്റെ അടുത്ത ട്രീറ്റ്മെന്റ് ഓപ്ഷൻ നമുക്കുള്ളത് നമ്മൾ മെയിൻലി പറയുന്നതാണ് ടമ്മി ടക്ക് അല്ലെങ്കിൽ അബ്ഡോമിനോപ്ലാസ്റ്റി ശസ്ത്രക്രിയ. അപ്പം അബ്ഡോമിനോപ്ലാസ്റ്റി ചെയ്യുമ്പോൾ നമ്മൾ ജനറലി ജസ്റ്റ് ടൈറ്റനിങ് മാത്രം ചെയ്താൽ ആ ഓവറോൾ ഫിഗർ കറക്റ്റ് ആവില്ല. അപ്പൊ നമ്മൾ മെയിൻലി ഫാറ്റിനെയും സ്കിന്നിനെയും മസിലിനെയും കറക്റ്റ് ചെയ്യും. അപ്പോഴാണ് അതിന്റെ ആ പൂർവ്വസ്ഥിതിയിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റുക. അതായത് അമിതമായിട്ടുള്ള ആ കൊഴുപ്പും ആ തൊലിയും അതെല്ലാം നമ്മൾ എടുത്ത് മാറ്റുന്ന ഒരു രീതിയിലേക്ക് 360 ഡിഗ്രി ലൈപ്പോസക്ഷൻ ആണ് ഇപ്പൊ ജനറലി നമ്മൾ ചെയ്യുക. അതായത് ഓൾ അറൗണ്ട് ഫാറ്റ് എടുത്ത് മാറ്റിയിട്ട് പിന്നെ സ്കിന്നിനെ കറക്റ്റ് ചെയ്യും, അതുപോലെ തന്നെ അടിയിലുള്ള മസിൽസിനെ ടൈറ്റ് ആക്കും. അപ്പൊ ഇത് ഒരു കോസ്മെറ്റിക് പ്രൊസീജിയർ മാത്രമല്ല, ആ ഒരു ലേഡിയുടെ സൈഡിൽ നോക്കിയാൽ പലർക്കും മസിൽ വീക്ക്നെസ് കാരണം എക്സസൈസ് ചെയ്യാൻ പറ്റാറില്ല, അവരുടെ ചിലപ്പോൾ ഡെയിലി ആക്ടിവിറ്റീസ് തന്നെ എഫക്റ്റ് ആവും, വെയിറ്റ് എടുക്കാൻ പറ്റില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ തന്നെ തടസ്സങ്ങൾ വരാം. അതെ, അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ അധികം ഇംപ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സർജറിയാണിത്. എസ്പെഷ്യലി ഒരു 2-3 ഡെലിവറീസ് ഒക്കെ കഴിയുമ്പോഴാണ് ഇത് വളരെ ബുദ്ധിമുട്ടായി മാറുക. ഓവറോൾ മദേഴ്സ് ജനറലി എല്ലാവരെയും ടേക്ക് കെയർ ചെയ്യുന്നു ആൻഡ് അവരുടെ ഒരു ചാൻസ് ആണ് ടു ടേക്ക് കെയർ ഓഫ് ദംസെൽസ്. ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു കറക്ഷൻ ഓപ്ഷൻ ആണ് നമ്മൾ അതിൽ കൊടുക്കുക. അതായത് സാധാരണ സ്ത്രീകൾ വീട്ടിൽ
വീട്ടിലെ ബാക്കിയുള്ളവരുടെ എല്ലാ കാര്യങ്ങളിലും ഒരു മുൻതൂക്കം കൊടുക്കുമ്പോൾ സ്വന്തം കാര്യത്തിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിന് ഒരു പരിഗണന കിട്ടണം അവർക്ക് എന്നുള്ളതാണ്. അവർ തന്നെ ശ്രമിക്കണം, അവർ തന്നെ ശ്രമിക്കണം. അതുപോലെ തന്നെ ബാക്കിയുള്ളവർ സപ്പോർട്ട് ചെയ്യുകയും വേണം, സഹായിക്കുകയും വേണം മറ്റുള്ളവർ. അതാണ് നമ്മൾ ഓപ്ഷൻ ആയിട്ട് ഉള്ളത്. ബേസിക്കലി ലൈപ്പോ അബ്ഡോമിനോപ്ലാസ്റ്റി അല്ലെങ്കിൽ ടമ്മി ടക്ക് എന്നുള്ളത്, സർജിക്കൽ കറക്ഷൻ. പിന്നെ ഉള്ള നെക്സ്റ്റ് മെയിൻ ഫാക്ടർ ബ്രസ്റ്റിന്റെ ആണ്. ചിലവർക്ക് അമിതമായിട്ട് വലിപ്പം വെക്കും, ചിലർക്ക് ഒരുപാട് ചെറുതാകും, വല്ലാണ്ട് തൂങ്ങി വരും. അതാണ് മെയിൻ ആയിട്ട് വരിക, സാഗിങ്. അപ്പൊ നമ്മൾ അതിന്റെ കറക്ഷനും നമ്മൾ ചെയ്യും. അത് പക്ഷെ എക്സസൈസ് വെച്ച് വളരെ ലിമിറ്റഡ് ആണ്, അതെ, കറക്ഷൻ വരാൻ. അപ്പൊ മോസ്റ്റ്ലി സർജിക്കൽ കറക്ഷൻ തന്നെ വേണ്ടി വരും. അത് വിത്ത് ഇംപ്ലാന്റോട് കൂടിയോ അല്ലെ ഇംപ്ലാന്റ് ഇല്ലാതെയോ ജസ്റ്റ് സർജറി മാത്രം, അത് ഓരോ പേഷ്യന്റിന്റെ റിക്വയർമെന്റ് അനുസരിച്ച് നമ്മൾ ചെയ്യാറുണ്ട്. അപ്പം ജനറലി ഞങ്ങൾ പറയുന്നത് മമ്മി മേക്ക് ഓവർ എന്നാണ് പറയുക. അതിൽ വരുന്ന കോമ്പണൻസിൽ ഒന്നാണിത്, മെയിൻലി ടമ്മി ടക്ക്, പിന്നെ അടുത്തത് ബ്രസ്റ്റ് ലിഫ്റ്റ് അല്ലെങ്കിൽ ബ്രസ്റ്റ് റിഡക്ഷൻ, ബ്രസ്റ്റ് ഓഗ്മെന്റേഷൻ, ഇതിലേതെങ്കിലും ഒന്ന്. പിന്നെ ജനറൽ ബോഡിയിൽ തന്നെ ഫാറ്റ് ഡെപ്പോസിറ്റ്സ് വരാം. ചിലർക്ക് പ്രഗ്നൻസിക്ക് ശേഷം അബ്നോർമൽ ഫാറ്റ് ഡെപ്പോസിറ്റ് വരും, അതെ, എന്തൊക്കെ ചെയ്താലും അത് പോവില്ല. തൈസിന്റെ സൈഡില് അല്ലെങ്കിൽ ആക്സില ഇങ്ങനത്തെ ഏരിയാസിലൊക്കെ അബ്നോർമൽ ഫാറ്റ് വരും, കയ്യില് എങ്ങനത്തെ. അതൊക്കെ നമ്മൾ ലൈപ്പോസക്ഷൻ വെച്ച് എടുക്കും. അത് കീ ഹോൾ സർജറി ആണ്. കീ ഹോൾ വെച്ച് നമ്മൾ ആ ഫാറ്റ് എടുത്ത് മാറ്റുന്നതാണ്. ഡേ കെയർ പ്രൊസീജിയർ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഡോക്ടർ, ഇപ്പോ നമ്മുടെ നാടൻ ചില പ്രയോഗങ്ങളൊക്കെ പണ്ട് ചെയ്യായിരുന്നല്ലോ. ഇപ്പൊ എന്തെങ്കിലും തുണിയൊക്കെ വലിച്ചു കെട്ടുന്ന, അതിപ്പോ നമ്മൾ പറയുന്ന അബ്ഡോമൻ ബൈൻഡിങ്. ഇപ്പൊ പല ടൈപ്പ് ബെൽറ്റും കാര്യങ്ങളും ഒക്കെ അവൈലബിൾ ആണ്. ഇനിഷ്യലി ഇമ്മീഡിയറ്റ് ആഫ്റ്റർ ഡെലിവറി അത് ഹെൽപ്ഫുൾ ആണ്. പക്ഷെ എന്നാലും എക്സസൈസ് ചെയ്യുന്ന ടൈമിൽ ബൈൻഡർ യൂസ് ചെയ്യരുത്. എക്സസൈസ് ബൈൻഡർ ഒരു ഡബിൾ എഡ്ജ് സോർഡ് പോലെയാണ്. ഒരു സൈഡിൽ അത് സപ്പോർട്ട് ചെയ്യുന്നു, പക്ഷെ ഓവർ യൂസ് ചെയ്താൽ നമ്മുടെ മസിലിന്റെ ഡിസ്യൂസ് ആയി മാറും. അപ്പൊ അത് കൂടുതൽ വീക്കായി മാറാൻ സാധ്യതയുണ്ട്. പേശികൾക്ക് ശേഷി കിട്ടില്ല, അതിന്റെ ശക്തി കുറഞ്ഞു പോകുന്നു. അതെ, അപ്പൊ ഒരു ഒപ്റ്റിമം ടൈം മാത്രമാണ് നമ്മളത് യൂസ് ചെയ്യേണ്ടത്. ഇത്ര ദിവസം അല്ല ഇത്ര എമൗണ്ട് ഓഫ് ടൈം, അത് ഓരോരുത്തരും അവരുടെ കംഫർട്ട് അനുസരിച്ച് അത് ഡിസൈഡ് ചെയ്യും. സൗകര്യം അവർക്ക് അനുയോജ്യമായത് ഏതാണ് എന്നുള്ള അനുസരിച്ച് വേണം നമ്മൾ ചെയ്യാൻ. അതെ, അപ്പൊ ബൈൻഡിങ് കുറെയൊക്കെ ഹെൽപ്പ് ചെയ്യും, ആ സ്കിൻ റീകോയിൽ വരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പക്ഷെ അത് ഒരുപാട് ടൈറ്റ് ആയിട്ട് പണ്ട് ഇങ്ങനെ തുണി വരിഞ്ഞ് കെട്ടുന്ന അത്രയും ടൈറ്റ്നെസിന്റെ ആവശ്യമൊന്നും ഇല്ല. പിന്നെ എപ്പോഴും ഗൈനക്കോളജിസ്റ്റിനെ കാണുന്നുണ്ട്, അവരോട് ചോദിച്ചാൽ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരും. അപ്പൊ അതിനനുസരിച്ച് ഫോളോ ചെയ്യുകയാണെങ്കിൽ ബൈൻഡിങ് കുറെയൊക്കെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. എക്സസൈസ് പോലെ തന്നെയാണ്. ഇപ്പോൾ ഡോക്ടർ, ചില സ്ത്രീകളില് അവര് ആദ്യത്തെ പ്രസവം കഴിഞ്ഞപ്പോൾ അതില് വലിയ കാര്യമായിട്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ രണ്ടാമത്തെ പ്രസവം എന്ന് പറയുന്നത് കുറച്ച് വർഷങ്ങൾക്ക് ശേഷമാണ്. അപ്പൊ നമ്മുടെ ശാരീരികമായിട്ടുള്ള, അതായത് മസിലിന്റെ, അതായത് പേശികളുടെ ബലവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് വ്യത്യാസം വന്ന് കാണുമല്ലോ. അപ്പോൾ പിന്നീട് ആണ് അവര് കുറച്ചും കൂടെ വണ്ണമൊക്കെ വെച്ച് ആ സമയത്താണ് അടുത്ത ഗർഭധാരണം നടക്കുന്നതും പ്രസവവും ഒക്കെ നടക്കുന്നതും. കുറച്ച് പ്രായമേറിയ ശേഷം ഉണ്ടാവുന്ന കുഞ്ഞുങ്ങൾ, അതിന് തുടർന്നുണ്ടാവുന്ന ഈ ശാരീരികമായ മാറ്റങ്ങൾ, ഇപ്പോൾ വയറിന്റെ വലിപ്പവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അതും നമുക്ക് ഈ പ്രായം ഇതിലൊരു ഘടകമാണോ ഇത് തിരിച്ച് മാറ്റുന്നതിൽ, അതായത് പേശികളെ തിരിച്ച് പഴയ രൂപത്തിലേക്ക് ആക്കുന്നതിന്? ഇത് വരുന്നതിന് മെയിൻ റീസൺ റിപ്പീറ്റഡ് പ്രഗ്നൻസി ആണ്. ഓരോ പ്രാവശ്യം അത് കോയിൽ തിരിച്ച് വരുംതോറും ഇത് വരാനുള്ള റിസ്ക് കൂടും, പേശികളുടെ വലിയും കുറയും ചെയ്യുന്നതൊക്കെ. പിന്നെ ഇത് കറക്ഷൻ ഏജ് ഒരു ഫാക്ടർ ആണോ എന്ന് ചോദിച്ചാൽ ആർക്കും കറക്ഷൻ ചെയ്യാം. അങ്ങനെ ഒരു പൂർവ്വസ്ഥിതിയിലാക്കുന്നതിന് അതൊരു കോൺട്രാ ഇൻഡിക്കേഷൻ അല്ല. ഇപ്പൊ ഒരു ആള് ജനറലി ഹെൽത്തി ആണ്, വേറെ മെഡിക്കൽ ഡിസീസ് ഒന്നും ഇല്ല, റീസണബിളി സേഫ് ആണെങ്കിൽ ഏതൊരു സർജറിയും ചെയ്യുന്ന പോലെ തന്നെ ഉള്ളൂ അതിന്റെ റിസ്കും കാര്യങ്ങളും. അതെ, അത് ഓരോരുത്തരുടെ റിക്വയർമെന്റ് അനുസരിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. അതെ, അല്ലാണ്ട് പ്രായം കൂടിപ്പോയി അതുകൊണ്ട് എനിക്ക് ഇനി ഓപ്പറേഷൻ ചെയ്തുകൂടാ അങ്ങനെയൊന്നുമില്ല. ഇനി ഇതില് ഇപ്പൊ മറ്റെന്തെങ്കിലും രോഗാവസ്ഥകളൊക്കെ ഉണ്ടെങ്കിൽ, ഇപ്പൊ പ്രമേഹം പോലെയുള്ള അവസ്ഥകളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ശാരീരിക അസുഖങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതെന്തെങ്കിലും ഇതിന് ഈ ശസ്ത്രക്രിയക്കോ അല്ലെങ്കിൽ ഇങ്ങനെ വ്യായാമം ചെയ്യുന്നതിനൊക്കെ തടസ്സങ്ങളാക്കാറുണ്ടോ? അവരെ പൂർവ്വസ്ഥിതിയിലേക്ക് പേശികളാക്കുന്നതിനോ ഒക്കെ ഇപ്പൊ ഉദര സംബന്ധമായ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകാറുള്ളൂ. അങ്ങനെയാണ്. ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാരുടെ മെയിൻ എന്ന് പറയുന്നത് നമ്മൾ എന്തൊരു ഓപ്പറേഷൻ ചെയ്യുമ്പോഴും ഒരു ഇൻഫെക്ഷൻ റിസ്ക് കുറച്ച് കൂടുതലാണ്. അതുപോലെ തന്നെ വൂണ്ട് ഹീൽ ചെയ്യാനുള്ള ടൈമും കാര്യങ്ങളൊക്കെ കുറച്ച് കൂടുതലായിരിക്കും. പക്ഷേ നമ്മൾ ഒരു പേഷ്യന്റ് ഓപ്പറേഷൻ എടുക്കുമ്പോൾ സ്പെഷ്യലി എലക്റ്റീവ് ആയിട്ട്, അതായത് എമർജൻസി അല്ലാത്തൊരു ഓപ്പറേഷൻ ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനത്തെ മെഡിക്കൽ കണ്ടീഷൻസ് ഒക്കെ
ട്രീറ്റ് ചെയ്ത് ഒരു ഒപ്റ്റിമം കണ്ടീഷനിലാക്കിയിട്ടേ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുള്ളൂ. അതൊക്കെ നിയന്ത്രണത്തിലാക്കിയിട്ടാണ് നമുക്ക് സേഫായിട്ട് കാര്യം സർജറി ചെയ്യാവുന്നതേ ഉള്ളൂ. അത് ഒരു തടസ്സമല്ല. ഇനി ഒരിക്കൽ ഇത് ചെയ്തു കഴിഞ്ഞാൽ റിലാപ്സ് എന്ന് പറയുന്നത്, അതായത് വീണ്ടും ചെയ്യേണ്ട ഒരു അവസ്ഥയോ അല്ലെങ്കിൽ വീണ്ടും പേശികൾ ലൂസ് ആവുകയോ അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകാറുണ്ടോ? ഒരാൾ ഒരു ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ, എസ്പെഷ്യലി ലൈപ്പോസക്ഷനിലാണെങ്കിൽ, നമ്മൾ ആ ഫാറ്റിന്റെ സ്റ്റെം സെൽസ്, ഫാറ്റ് ഗ്രോ ചെയ്യുന്ന സെൽസ്, കുറെയൊക്കെ സ്റ്റെം സെൽസും ഇതിനകത്തുനിന്ന് റിമൂവ് ആവും, മൂലകോശങ്ങൾ എടുക്കും. അപ്പൊ ആ ഫാറ്റ് അവിടെ തിരിച്ചു വരാനുള്ള ചാൻസ് കമ്പയർഡ് ടു ലൈപ്പോസക്ഷൻ ചെയ്യാത്ത ഒരു സ്ഥലത്ത് നമ്മൾ വെയിറ്റ് വെക്കുമ്പോൾ വരുന്ന ഫാറ്റിനെ കാട്ടിയും ഇവിടെ വരുന്ന ഫാറ്റ് കുറവായിരിക്കും. വരില്ല എന്നല്ല, ഇപ്പൊ ഒരാൾ തടി വെച്ച് കഴിഞ്ഞാൽ എല്ലാ സ്ഥലത്തും തടി വെക്കും. പക്ഷെ ലൈപ്പോസക്ഷൻ ചെയ്ത ഒരു ഏരിയ ആണെങ്കിൽ അവിടെ വരുന്ന അല്ലാത്ത സ്ഥിതിയിൽ വരുന്നതിനെ കാട്ടിയും വളരെയധികം കുറഞ്ഞ സ്ഥിതിയിലേ വരുള്ളൂ. പിന്നെ മസിലിന്റെ വീക്ക്നെസ് എന്ന് പറയുന്നത് ഇപ്പൊ ഒരു ഹെർണിയ സർജറി പോലെ നമ്മൾ മെഷ് വെച്ച് അടച്ചു ഒരു ഡിഫക്റ്റ് റിപ്പയർ ചെയ്തു അങ്ങനത്തെ ഒരു പ്രശ്നമല്ല. പക്ഷെ ഒരാൾ വല്ലാണ്ട് അധികമായി വെയിറ്റ് വെച്ചു, വയറ് തള്ളി വരുന്ന രീതിയിൽ എന്തെങ്കിലും ഉള്ളിൽ നിന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി, അങ്ങനെയൊക്കെ വന്നാലേ അത് പിന്നെയും തുറന്നു പോകുന്നത് വരുന്നുള്ളൂ. ഇല്ലെങ്കിൽ യൂഷ്വലി അങ്ങനെ ഒരു റെക്കറൻസ് റിസ്ക് ഉള്ളൊരു പ്രോബ്ലം ആയിട്ട് കാണാറില്ല. ഇനി അഥവാ നമ്മൾ ആദ്യം ഓപ്പറേഷൻ ചെയ്യുമ്പോഴൊക്കെ തന്നെ ചില പേർക്ക് വളരെ വീക്ക് ആയിട്ടുള്ള മസിൽസ് ആണ്, റെക്കറൻസ് റിസ്ക് ഉണ്ടെന്നൊക്കെ തോന്നുമെങ്കിൽ നമ്മൾ മെഷ് യൂസ് ചെയ്യാറുണ്ട്, ആവർത്തിച്ച് വരാൻ സാധ്യത ഉണ്ടെങ്കിൽ. പിന്നെ ഈ തൈറോയിഡിന്റെ പ്രശ്നങ്ങൾ പോലല്ല, അതിലും നമുക്കറിയാം ഇപ്പൊ ഹൈപ്പോതൈറോയിഡിസം ഒക്കെ ആണെങ്കിൽ അവർക്ക് വണ്ണം വെക്കാനുള്ള സാധ്യതകളും ഒക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള പലരും ആ വണ്ണം നിയന്ത്രിക്കാൻ തന്നെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്ന ഒരു കാര്യമുണ്ട്. തൈറോയിഡ് നിയന്ത്രിച്ചാലും അതിൽ ക്രമപ്പെടുത്തിയാലും പിന്നെയും അങ്ങനെയുള്ളവർക്ക് ഇത് കൂടുതലായിട്ട് കാണാറുണ്ടോ? അങ്ങനെ പ്രത്യേകിച്ച് പറയാനായിട്ട് ഇല്ല. ഇതിപ്പം തൈറോയിഡ് കാരണം എന്നൊരു റീസൺ ഉണ്ടാകത്തില്ല. കാരണം പ്രഗ്നൻസി വെയിറ്റ് ഗെയിൻ എല്ലാവർക്കും ഉണ്ടാവും. തൈറോയിഡ് ഉള്ളവർക്ക് ചിലപ്പോൾ കുറച്ച് കൂടുതലായിരിക്കാം, കുറവായിരിക്കാം. ബട്ട് പോസ്റ്റ്മോർട്ടം ചേഞ്ചസ് ഓൾമോസ്റ്റ് എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ്. പ്രസവാനന്തരം എല്ലാവർക്കും ഉണ്ടാകുന്ന മാറ്റം ഒരേപോലെയാണ് അല്ലെ? ഇത് കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും, അതായത് ഇപ്പോൾ നമ്മൾ ലൈപ്പോസക്ഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ശസ്ത്രക്രിയ ചെയ്തു കഴിഞ്ഞാൽ തുടർന്ന് ഇത് നിലനിർത്താൻ എന്തെങ്കിലും വ്യായാമങ്ങൾ ചെയ്യണോ അവര്? തുടർന്ന് നിലനിർത്താൻ ഭക്ഷണ ക്രമീകരണം, അതുപോലെ എക്സസൈസസ്, അറ്റ്ലീസ്റ്റ് കാർഡിയോ ഒരു മിനിമൽ എക്സസൈസ് എങ്കിലും മെയിൻറ്റെയിൻ ചെയ്യാം, ഒരു ഹെൽത്തി ബോഡി വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് വേണ്ടത്. പിന്നെ വേറൊരു ഫാക്ടർ എന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ ഒരു സർജറി ചെയ്തു, ഒന്ന് റീഗെയിൻ ആയി, അപ്പോൾ ഒരാൾക്ക് അത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഒരു കോൺഫിഡൻസ് ആണ്, ബേസിക്കലി ഒരു എന്താ പറയുക, ഒരു ഇമ്പൾസ് ആണിത്, നിലനിർത്താൻ ഒരു ഊർജ്ജമാണ്. അതെ, എസ്പെഷ്യലി PCOD ഒക്കെ ഉള്ള ആൾക്കാർ, സ്ത്രീകൾക്കും ലൈപ്പോസക്ഷൻ ചിലപ്പോൾ നമ്മൾ അഡ്വൈസ് ചെയ്യാറുണ്ട്. കാരണം അവർ എത്ര ട്രൈ ചെയ്താലും വെയിറ്റ് കുറയില്ല. അപ്പൊ അതിന് ഒന്നൊരു ബൂസ്റ്റ് ചെയ്യാനായിട്ട് ഇപ്പൊ നമ്മൾ ഒരു പ്രാവശ്യം കറക്ഷൻ ചെയ്തു, അപ്പൊ അത് അയാൾക്ക് ഒരു മെന്റൽ ഹെൽപ്പാണ്. ഇത്ര ആയി കിട്ടി, എനിക്ക് ഇനി ബാക്കി മെയിൻറ്റെയിൻ ചെയ്താൽ മതി. അതിനുള്ള വ്യായാമം. അതെ, സാധാരണ ഗതിയിൽ ഒരു വ്യായാമം ചെയ്യാനായിട്ട് മടുത്തിരിക്കുന്ന ഒരാൾക്ക് ഇത് ഇങ്ങനെ ഒരു രീതിയിൽ ഹാഫ് വേ എത്തി കഴിയുമ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് കൂടുതൽ മോർ ചാൻസ് അയാൾ കൂടുതൽ അത് മെയിൻറ്റെയിൻ ചെയ്യും എന്നുള്ളത്. അതെ, അത് എന്തായാലും പോസ്റ്റ് ഓപ്പിൽ വേണം. പിന്നെ സാധാരണയായി കാണപ്പെടുന്നത് അങ്ങനെയാണ്. ഇപ്പൊ ഒരു കുറച്ച് ഡിസ്ഫിഗർഡ് ആയി ഒരാള്, അവർ തിരിച്ച് വന്നു കഴിഞ്ഞാൽ അവരുടെ സൈഡിൽ നിന്നുള്ള ശ്രമം വളരെ അധികം തന്നെ ആയിരിക്കും. അപ്പൊ ആ ഒരു കോൺഫിഡൻസ് ലെവൽ റീഗെയിൻ ചെയ്യും ജനറലി, അത് വീണ്ടെടുക്കാൻ പറ്റും അവർക്ക്. എനിക്ക് ശസ്ത്രക്രിയ കൊണ്ട് ഇത്രയും ഗുണം കിട്ടി, ഇനി ബാക്കി ഞാൻ സ്വയം ആത്മവിശ്വാസം വരും സാധാരണയായിട്ട്. അപ്പൊ ബാക്കി അവര് ചെയ്യാറാണ് പതിവ്. അപ്പൊ ഡോക്ടർ ഇന്ന് പറഞ്ഞതനുസരിച്ച് ഇപ്പൊ പലപ്പോഴും നമ്മുടെ നാട്ടില് ആൾക്കാര് പ്രസവം അല്ലെങ്കിൽ ഗർഭധാരണം എന്നൊക്കെ പറയുമ്പോൾ ശരീര ആകാര ഭംഗി നഷ്ടപ്പെടുമോ എന്ന് പേടിക്കേണ്ട കാര്യമില്ല. അത് പ്രസവത്തിന് ശേഷമുള്ള ചില വ്യായാമ പ്രക്രിയകളോ അല്ലെങ്കിൽ ചിലപ്പോൾ അതിൽ ശസ്ത്രക്രിയയോ ലൈപ്പോസക്ഷൻ പോലെയുള്ള കാര്യങ്ങൾ, അതായത് കൊഴുപ്പ് വലിച്ചെടുക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളോ ഒക്കെ ചെയ്യേണ്ടി വന്നാൽ നമ്മുടെ പൂർവ്വസ്ഥിതിയിലേക്ക്, നേരത്തെ ഉണ്ടായിരുന്ന അതേ ശരീര ഭംഗിയിലേക്ക് തിരിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. ഇത് സെലിബ്രിറ്റീസ് ഒക്കെ ചെയ്യുന്നതാണ് എന്നൊരു തെറ്റിദ്ധാരണയുണ്ട്. പക്ഷെ ഇത് അങ്ങനെയല്ല. ഇത് ജനറലി പല നോർമൽ ആൾക്കാരും മിക്ക മദേഴ്സും ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ്. സാധാരണക്കാർക്കും ചെയ്യാം. അതുപോലെ സാധാരണക്കാർ ചെയ്യുന്നതിനോട് ഇങ്ങനെ ജഡ്ജ് ചെയ്യേണ്ട ഒരു ആവശ്യവും ഇതിനകത്ത് ഇല്ല. ഇപ്പൊ നമുക്ക് വേറെ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ നമ്മൾ പോയി ഓപ്പറേഷൻ ചെയ്ത് മാറ്റാറില്ല. അതുപോലെ തന്നെ ഒരു പ്രോബ്ലം തന്നെയാണിത്. ആക്ച്വലി ഒരാള് ഒന്നും ചെയ്യാതിരുന്ന് തടി വെച്ച് അങ്ങനെയൊന്നുമല്ല. ഒരു പ്രഗ്നൻസി, അവര് മദർഹുഡ്, പിന്നെ ഒരു അമ്മ കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ എക്സസൈസ് ചെയ്യുന്നൊക്കെ പറയുന്നത് ഈസിയാണ്. പക്ഷെ ചെയ്തെടുക്കുക എന്നുള്ളത് അത്ര സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. പ്ലസ് അതിന്റെ ടെൻഷനും എല്ലാം അവരത് മെയിൻറ്റെയിൻ ചെയ്ത്, ഒരു മദർ ഈസ് ഗിവിംഗ് എവറിഥിങ് ടു ദ ഫാമിലി. എല്ലാ കാര്യത്തിനും ആ സ്ത്രീ കുടുംബത്തിന് വേണ്ടി ജീവിക്കുകയാണ്. അതെ, അപ്പൊ ഒരു പോയിന്റ് എത്തും വേർ അവർക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണം, അവർക്ക് റീഗെയിൻ ചെയ്യണം തോന്നുമ്പോൾ ദോസ് ഓപ്ഷൻസ് ആർ ദേർ. അത് എല്ലാവരിലും നമ്മൾ അതിന്റെ നോളജ് എത്തിക്കുക എന്നുള്ളതുമാണ് നമ്മളെ ഉദ്ദേശം. അതിനുള്ള സാധ്യതകളെ കുറിച്ചാണ് ഡോക്ടർ ഇന്ന് പങ്കുവെച്ചത്. അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെ നമ്മുടെ ശരീരം അഭംഗിയായി പോകുന്നു എന്ന് വിചാരിക്കുന്നവർക്ക് അവരെ പൂർവ്വസ്ഥിതിയിലാക്കാൻ അല്ലെങ്കിൽ ഭംഗിയെ കൊടുക്കാൻ വേണ്ടി ഉള്ള
കാര്യങ്ങളെക്കുറിച്ചാണ് ഡോക്ടർ ഇന്ന് ഞാൻ പറഞ്ഞത്. നേരത്തെ പറഞ്ഞത് ഇത് ഭംഗി മാത്രമല്ല, ഇത് ഒരു ആവശ്യം കുറെയൊക്കെ കൂടിയാണ്. ഒരു ഫങ്ഷണൽ ആണ്. അതുപോലെ ഒരു കോൺഫിഡൻസ് ബൂസ്റ്റിംഗ്, ഒരാളുടെ പേഴ്സണാലിറ്റി തന്നെ തിരിച്ചെടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. ആദ്യം സർജറി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും പേടിയാണ്. സിസേറിയൻ്റെ അത്രയും വേദനയാണോ? അത്രയും ഒന്നും ഇല്ല. എന്നാലും ഒരു സർജറി ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. പക്ഷേ അറ്റ് ദ എൻഡ് ഓഫ് ഇറ്റ് മോസ്റ്റ് പേഷ്യൻസ് ആർ വെരി ഹാപ്പി. അവർക്ക് ഒരു ആത്മവിശ്വാസവും സന്തോഷവും നൽകുന്ന ഒരു കാര്യമാണ് ഇതെന്നാണ്. അതെ. അപ്പൊ ഇത്രയും നല്ല വിവരങ്ങൾ, ഈ പ്രസവാനന്തരം ഉണ്ടാകുന്ന ശാരീരിക മാറ്റങ്ങൾ, ആ ശരീരത്തിൽ ഉണ്ടാകുന്ന പോരായ്മകൾ നികത്താൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു തന്നതിന് വളരെ നന്ദി.